ഫ്രം സോ കന്നഡ ഫിലിമാണ്. റൈറ്റർ ഡയറക്ടർ JP തുമിനാട്. പുള്ളിയുടെ ഫസ്റ്റ് ഫിലിമാണ്. പ്രൊഡക്ഷനിൽ നമ്മുടെ ലൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ് ചെയ്തിട്ടുള്ളത്. രാജ്ബി ഷെട്ടിയുടെ പ്രൊഡക്ഷനാണ്. ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു സിനിമ. അതാണ് ആക്ച്വലി എനിക്ക് സോ ഫ്രം സോ ഇനീഷ്യലി ഫസ്റ്റ് ഇംപ്രഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്റ്റാറിങ് രാജ്ബി ഷെട്ടി ഇതിനകത്തൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ പോലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഷാനിൽ ഗൗതം എന്ന് പറയുന്നതാണ് ഒരു മേജർ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു പുള്ളിക്കാരൻ. പിന്നെ അതുപോലെ തന്നെ JP തുംനാട് ഈ ഡയറക്ടർ തന്നെ വന്നിട്ടൊരു മേജർ റോള് ചെയ്തിട്ടുണ്ട്. പ്രകാശ് തുംനാട് എന്ന് പറഞ്ഞിട്ട് മോസ്റ്റ് ഓഫ് ദ രാജ്ബി ഷെട്ടി ഇവർ ആ ഷെട്ടി ബ്രദേഴ്സിന്റെ ഫിലിമിൽ ഉണ്ടാവുന്ന ഒരു പുള്ളിക്കാരനാണ്. അതുപോലെ തന്നെ വന്നിട്ട് പിന്നെ പുഷ്പരാജ് ബോലാർ എന്ന് പറയുന്ന പുള്ളിയുടെ എടുത്തു പറയാനുള്ള കാരണം വെച്ചാൽ പുള്ളിക്കാണ് ഈ സിനിമയിൽ ആകെ ഒരു BGM ഉള്ള ഒരേ ഒരാൾ ഈ പുഷ്പരാജ് ബോലാർ എന്ന് പറയുന്ന ഒരു അളിയന്റെ ക്യാരക്ടർ ചെയ്യുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഭയങ്കര ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡായിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ മഹിം രാംദാസ് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ ഒരു എക്സലൻസ് ഉണ്ടാവുമല്ലോ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന വിധം, അവരുടെ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ അവർ എത്രമാത്രം ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ടാവുന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ആക്ച്വലി സോ എന്ന് പറയുന്ന സിനിമ. ഒരു ഗ്രാമം, അതിന് ചുറ്റി നടക്കുന്ന ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാമം, അതിനെ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്ന രീതിയിലുള്ള ക്യാരക്ടറൈസേഷനെ കൊണ്ടുവരിക, അത് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ അത് കോമഡി അതിനുള്ളിൽ പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കന്നഡ സിനിമയാണ്. ഇതിൻ്റെ ഡബ്ബിങ് നമുക്കിത് ഒരു ഇനീഷ്യൽ ഒരു 20-25 മിനിറ്റിലേക്കൊന്നും ഇതൊരു കന്നഡ സിനിമയാണെന്ന് തന്നെ മനസ്സിലാവുക. കാരണം അത്ര കിടിലായിട്ടുള്ള ഡബ്ബിംഗ് ആണ് ആക്ച്വലി സിനിമയിനകത്ത് വന്നിട്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഡബ്ബിംഗ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ടത്തെ പോലത്തെ ഡബ്ബിംഗ് ഒന്നുമില്ല. എന്നാൽ പോലും വന്നിട്ട് ഒരു പാട്ടിന്റെ കേസിലായിരിക്കും ശരി ആൾക്കാരുടെ ഇമോഷൻ ഉണ്ടല്ലോ, അതായത് കന്നഡയിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇമോഷൻ മലയാളത്തിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഒരു ഡബ്ബിങ്ങിൽ നമുക്ക് എത്രത്തോളം നിയർ ടു പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഇതിന്റെ ഡബ്ബിങ്ങിനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ആരൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കല്ല. ആകെ രാജ്ബി ഷെട്ടി മാത്രമാണ് ആക്ച്വലി ഇതിനകത്ത് മലയാളം ഡബ്ബ് ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ബാക്കി എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റിനും വന്നിട്ട് ഭയങ്കര വലിയൊരു ഇത്. കാരണം അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് വന്നിട്ട് ഇതിന്റെ ഡയലോഗ്സ് വന്നിട്ട് പ്രോപ്പറായിട്ട് മലയാളത്തിലേക്ക് എഴുതി അതിന്റെ കോമഡി പഞ്ചസ് ഒക്കെ എവിടെ വെക്കണം എന്ന് തീരുമാനിച്ച ആൾക്കാർക്കും അറ്റ് ദ സെയിം ടൈം അത് പ്രോപ്പറായിട്ട് കാണും. കാരണം ഇത് യങ്സ്റ്റേഴ്സ് ഒന്നുമല്ല, ഇതിന് പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. പെണ്ണുങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്, ആണുങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു ഗ്രാമം സെറ്റപ്പാണ്. അപ്പോൾ ഈവൻ ഞാൻ ശരിക്കും എനിക്കൊരു പൊടിക്ക് വന്നിട്ട് ഇതൊരു മാംഗ്ലൂർ സൈഡ് പോലെ ആ ഒരു ബോർഡർ ആയിട്ടുള്ള മലയാളം ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ മലയാളം കുറച്ചും കൂടി വന്നിട്ട് ഒരു ജനറിക് ആയിട്ടുള്ള മലയാളം എന്ന് പറഞ്ഞില്ല. പക്ഷേ എന്നാലും അത് ബോർഡർ മലയാളം കൂടി ആയിരുന്നെങ്കിൽ ഇത് ഗംഭീരം. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി നമുക്ക് എന്താ പറയുക, നമുക്ക് മൊത്തം കേരളത്തിലും കണക്ട് ആവാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അതാ പറയുക, മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡബ്ബിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പം ഷാനിൽ ഗൗതം എന്ന് പറയുന്ന പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഒരു ക്യാരക്ടർ, ഇതിൻ്റെ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരൻ ഒരു എന്താ പറയുക, പുള്ളിക്കാരൻ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരാള്. ആ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി ഒരു കോമിക്കലായിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര സീരിയസ് ആണ്. അത് എന്ത് രസമായിട്ടാണ് ഡയറക്ടർ അത് ആ ഒരു സംഭവം എഴുതിയിട്ടുള്ളത്. കാരണം ഗിവ് ആൻഡ് ടേക്ക് കോമഡിയാണ് കൂടുതൽ. ഒരുപാട് ഡയലോഗ്സിൽ വരുന്ന കോമഡിയാണ്. കാരണം സ്ലാപ്സ്റ്റിക്ക് കുറവാണ്, പക്ഷെ ഉണ്ട് സ്ലാപ്സ്റ്റിക് ഉണ്ട്, പക്ഷെ എന്നാലും ഡയലോഗ്സിൽ വരുന്നതാണ്. ഡയലോഗ്സിന്റെ കണ്ടിന്യൂറ്റിയിൽ വരുന്ന കോമഡികൾ കുറേ ഉണ്ട്. അതെല്ലാം വന്നിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ വർക്കാവുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ കോമഡിയൊക്കെ മലയാളത്തിൽ വർക്കാവുന്നതാണ്. ഞാൻ ഇന്ന് നോക്കിയ സമയത്ത് ഇവിടെ വന്നിട്ടും കന്നഡത്തിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ ആക്ച്വലി പടത്തിന് ബുക്ക് ചെയ്തിട്ടുള്ള മലയാളികളാണ്. സോ ഈ ലാംഗ്വേജ് ബാരിയേഴ്സ് ഒക്കെ കടന്നിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു സിനിമ സെലിബ്രേഷനാണ് ശരിക്കും ഞാൻ തിയേറ്ററിൽ കണ്ടത്. ഐ എൻജോയ്ഡ് എ ലോട്ട്. അതായത് ലിറ്ററലി വന്നിട്ടൊരു സിറ്റ് ബാക്ക് ഫൺ റൈഡ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ വന്നില്ല. ഒരു ഹൊറർ ഒന്നും പറയാനില്ല, പക്ഷേ ഹൊറർ കോമഡി തന്നെയാണ് പടം. അത്ര കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം ദ സ്റ്റാർട്ട് ടു വെൻ നമുക്കൊരു ഫൺ റൈഡ് പോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് ആക്ച്വലി സോ എന്ന് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ മുമ്പേ പറഞ്ഞ ആ തിയേറ്ററിക്കൽ ആയിട്ടുള്ള ആൾക്കാർ, ഒരുപാട് തിയേറ്ററിക്കൽ ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തേക്ക് നാട്ടിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ അവരുടെ എൻഡ് ക്രെഡിറ്റ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം നമ്മളെ നാട്ടിൽ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ നമ്മളതല്ലോ നമ്മളൊരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ ഒരു റൂട്ടായിട്ടുള്ളൊരു കഥയെടുത്ത് അത് കുറച്ചും കൂടി വന്നിട്ട് എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ഫിക്ഷണലായിട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വരുന്ന കോമഡി, അതിനകത്ത് വരുന്ന ചെറിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തത്. മ്യൂസിക് വരുന്ന സമയത്ത് ആക്ച്വലി രണ്ടുപേര് ചെയ്തിട്ടുണ്ട്. സുമേത് ആണ് പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും. പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് നമ്മുടെ ഈ അളിയൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ആക്ച്വലി
സന്ദീപ് തുളസിദാസ് എന്ന് തോന്നുന്നു, നമ്മൾ മലയാളിയാണ്, പുള്ളിക്കാരനാണ് ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള പാട്ടിൻ്റെ ലിറിക്ക്, അത് രണ്ടാമത്തെ കാര്യം. അതിന് ഒരു റൊമാൻറ്റിക് സോങ് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. നമ്മുടെ ഹേമന്തമൻ ആ പാട്ടൊക്കെ കേട്ട പോലത്തെ ഒരു ഫീല് ഉണ്ടായിരുന്നു, പഴയ ഒരു നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോയൊരു ഫീല്. ലിറ്ററലി തിയേറ്ററിലുള്ള എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൻ്റെ ഹൈ മൊമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നത് വെച്ചാൽ ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തേക്കെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷനിൽ ഗൗതം ആരാണെന്ന് അറിയില്ല. പുള്ളിനെ ഞാൻ പേഴ്സണലി ആദ്യമായിട്ടാണ് കാണുന്നത്, ആരാണെന്നറിയില്ല. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തേക്ക് ഒരു സീനിലേക്ക് വരുന്ന സമയത്ത്, ഒരു എലിവേഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്ലാപ്സ് ഉണ്ട്. അതാണ് ആക്ച്വലി ഈ സിനിമയുടെ മാജിക് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഒരു മാറ്റർ ആയിട്ടുള്ളൊരു കാര്യമില്ല. ആ ക്യാരക്ടർ ആ സിനിമക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ആ ക്യാരക്ടർ എത്രത്തോളം ആ സിനിമയെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ക്യാരക്ടർ എത്രത്തോളം നമ്മളെ മൈൻഡിൽ കൂടെ വന്നു, അതാണ് ആക്ച്വലി ആ സിനിമയുടെ ഈ ഷാനിലിന് കിട്ടുന്ന ആക്ച്വലി ക്ലാപ്സ് എന്ന് പറയുന്നത്. ഒരു ഹീറോയിക് ഒരു ഹീറോന് കിട്ടുന്ന, ഒരു മെയിൻ സ്ട്രീം ഹീറോ, മലയാളം ഹീറോന് കിട്ടുന്ന ഒരു ക്ലാപ്പ് ആക്ച്വലി പുള്ളിക്കാരന് തിയേറ്ററിൽ കിട്ടും. ഭയങ്കര എനിക്ക് ലിറ്ററലി ഗൂസ് ബംസ് ഇവിടെ ഉണ്ട്. നമ്മുടെ ദേവദൂതൻ്റെ മ്യൂസിക് ഒക്കെ എനിക്ക് ആ സമയത്ത് തോന്നുന്നു. അത്രയും അതായത് ആ സിനിമയുടെ മാജിക് ആണ്. അതാണ് സിനിമയുടെ മാജിക് എന്ന് ഞാൻ തീരുമാനിക്കും. ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് സിനിമാറ്റോഗ്രാഫർ എസ് ചന്ദ്രശേഖരനാണ്. നമ്മുടെ ആ തുളുനാട്, നമ്മുടെ ആ ഒരു മാംഗ്ലൂർ, നമ്മുടെ നോർത്തേൺ കർണാടകയുടെ ഒരു ഭംഗി, നമ്മളിപ്പം ആ ഒരു കേരളം വിട്ട് ആ കേരളത്തിലോട്ടൊന്നും പോയിട്ടില്ല, കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, എന്നാൽ കർണാടകത്തിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ട്രീറ്റ് ആയി കഴിഞ്ഞാലും ആ ഒരു ഗ്രാമം, അവിടുത്തെ കുറച്ച് ആൾക്കാർ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തത്. ഗംഭീരമായിട്ടുള്ള മേക്കിംഗ്, ഭയങ്കരമായിട്ടുള്ള മേക്കിംഗ്. ഇവൻ ഡയറക്ടർ അതിനകത്ത് മെയിനായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നു. എന്നാൽ പോലും ഇതിനകത്ത് വന്നിട്ടെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി കോമഡി ആണെങ്കിൽ ഇതിനകത്ത് ലാസ്റ്റ് ഔട്ട് ഒരു ചെറിയൊരു ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവിലേക്ക് വരുന്ന സമയത്ത് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നിതിൻ ഷെട്ടിയാണ്. ഗംഭീരമായിട്ടുള്ള എഡിറ്റിംഗ്, നല്ലൊരു പാറ്റേൺ ഉണ്ട്, കോമഡിയാണ്, എപ്പോഴും അറിയാലോ. അത് അത്രയും ഗംഭീരമായിട്ട് ഫ്രെയിം ബൈ ഫ്രെയിം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള പെർസ്പെക്റ്റീവ്. അങ്ങനെ എഡിറ്റിംഗ് അങ്ങനെ മൊത്തത്തിൽ അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ഫുൾ മീൽസ് പെർസ്പെക്റ്റീവിലോട്ട് വന്നു. കാരണം എന്നാലെന്ന് വെച്ചാൽ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഹൈ കൊമേഴ്ഷ്യൽ അങ്ങനെ ഒരു സിനിമയൊന്നുമല്ല. എല്ലാം പുതിയ ആൾക്കാർ, നമ്മൾ പല തവണ ഇത് ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും വന്നിട്ടില്ലേ നമ്മൾ വേറൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് അത് വരുന്ന സമയത്ത് നമ്മൾ തന്നെ അത് അത്രയും ഭയങ്കരമായിട്ട് ഏറ്റെടുക്കും എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതൊരു ഒരു സിനിമയുടെ ലിറ്ററലി ഒരു മാജിക് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് രാജ്ബി ഷെട്ടിനെ പറ്റി പറഞ്ഞേ പറ്റൂ. പുള്ളിക്കാരൻ ഡബ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയിൽ മലയാളത്തിൽ. ഞാൻ കന്നഡ കാണണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, കാരണം കന്നഡ എനിക്ക് അങ്ങനെ മനസ്സിലാവാത്തതുകൊണ്ടാണ് അതിൻ്റെ ഒരു നുവാൻസസ് മനസ്സിലാവും. പക്ഷേ ഞാൻ ഇത്രയും കിട്ടുന്ന ഡബ്ബിങ്ങും പ്രതീക്ഷയില്ല. കന്നഡ കാണണമെന്നൊന്നുമില്ല, നമ്മൾ മലയാളം തന്നെ കണ്ടാൽ മതി. രാജ്ബി ഷെട്ടി ഡബ് ചെയ്തിരിക്കുകയാണ് മലയാളത്തിൽ. കോമഡി, സ്ലാപ്സ്റ്റിക്ക്, എക്സ്ട്രീം. ഞാൻ കോമഡിയുടെ ഭയങ്കരമായിട്ടുള്ളൊരു ഫാനാണ്. എപ്പോഴും കോമഡി നമ്മൾ ചളി അങ്ങനെയൊക്കെ പറയെങ്കിലും ഇല്ല. ഇതൊരു 10 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണം വർക്കൗട്ട് ആവുള്ളൂ. 8 എണ്ണം ചളിയായിരിക്കും, പക്ഷേ വെച്ചാൽ ആ 2 എണ്ണം ഭയങ്കര പാടാണ്. ഇമോഷണലോ വേറെ ഏതൊരു സിനിമയായി കഴിഞ്ഞാൽ, വേറെ ഏതൊരു ജോണർ സിനിമയായി കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ് ആകുന്ന സമയത്ത് നമുക്കൊരു മടുപ്പ് അനുഭവിക്കണം. പക്ഷേ അത് കോമഡിക്ക് അങ്ങനെ സംഭവിക്കില്ല. അതാണ് ആക്ച്വലി ഇവരെല്ലാവരും ഈ വലിയ ആൾക്കാരൊക്കെ എല്ലാവരും വന്നിട്ട് ഒരു കോമഡി ഫിലിം വന്നിട്ട് അത്രയും എൻജോയ് ചെയ്ത് ചെയ്യണം. കാരണം രാജ്ബി ഷെട്ടി അത്ര ലിറ്ററലി എൻജോയ് ചെയ്തിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. കണ്ടാൽ തന്നെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി സൂ ഫ്രം സോ എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ലിറ്ററലി എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആസ് ഓൾവേസ് ഒരു കോമഡി സിനിമ ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി സൂ ഫ്രം സോ. നിങ്ങളൊക്കെ വന്നിട്ട് വീക്കെൻഡിൽ ഗംഭീരമായിട്ടുള്ളൊരു സിനിമ, അല്ലെങ്കിൽ വന്നിട്ട് നല്ലൊരു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവുള്ള സിനിമയാണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ഗംഭീരമായിട്ടൊരു സിനിമയാണ് ആക്ച്വലി രാജ്ബി ഷെട്ടിയുടെ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള JP തുമിനാട് അവർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള Sue from So. So do watch Sue from So in your theater.